രാജസ്ഥാനിലെ താർ മരുഭൂമിയിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. എവിടെ നോക്കിയാലും മണൽക്കൂനകൾ മാത്രം. കുറേ നേരമായി നടക്കുവാൻ തുടങ്ങിയിട്ട് കാലുകൾ മണലിൽ താഴ്ന്നു പോകുന്നു. ജയ്സൽമീറിൽ നിന്നും രാവിലെ പുറപ്പെട്ടതാണ് സാം ഗ്രാമത്തിലേക്ക്. വഴിതെറ്റിപ്പോയതിനാൽ ഉദ്ദേശിച്ച സമയത്ത് എത്തുവാൻ സാധിച്ചില്ല. അകലെ കുറേ ഒട്ടകക്കൂട്ടങ്ങൾ പോകുന്നത് കാണാം. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. എവിടെയെങ്കിലും കിടക്കാൻ ഒരു ഇടം കണ്ടെത്തണം. ഇരുട്ട് പരന്നു തുടങ്ങി. അകലെ ഒരു വെളിച്ചം കണ്ട ഭാഗത്തേക്ക് നടന്നു. ഒരു വശത്ത് കുറേ കൂടാരങ്ങൾ കാണുന്നുണ്ട്. അകത്തേക്ക് ചെല്ലാമോ എന്നൊരു ശങ്കയുണ്ട്. അനുവാദം ചോദിക്കാൻ ആരെയും കാണുന്നില്ല. പ്രവേശനമില്ലാത്ത സ്ഥലമാണെങ്കിൽ അവർ പിടിച്ചു പുറത്താക്കിക്കൊള്ളും. മുങ്ങിച്ചാകാൻ തുടങ്ങുന്നവർ കച്ചിത്തുരുമ്പിലും ചാടിപ്പിടിക്കും. വഴി തെറ്റി വന്ന എനിക്ക് എന്തായാലും ഇവിടെ കയറാതിരിക്കാനാവില്ല. ഈയാമ്പാറ്റകൾ വെളിച്ചം കാണുന്നിടത്തേക്ക് പറക്കും പോലെ ലൈറ്റ് കണ്ട ഭാഗത്തേക്ക് നടന്നു. ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച നടപ്പാത എന്തോ വിശേഷ പരിപാടിക്കായി അലങ്കരിച്ചതാണെന്ന് തോന്നുന്നു. ആരോ നിലവിളിക്കുന്ന ഒച്ച കേട്ടു. കുടുംബകലഹങ്ങൾ രാജസ്ഥാനിലും ഉണ്ടെന്ന് തോന്നുന്നു. വേദിയിലിരുന്ന് ആരോ പാടുന്നുണ്ട്. രാജസ്ഥാനി സംഗീതമാവാം. പാടുന്നത് രാജസ്ഥാൻകാരാണല്ലോ. കുറച്ചു പേർ അവിടെ കിടപ്പുണ്ട്. ചിലർ കിടക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അതിലൊരു കിടക്ക കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. ലൈറ്റ് കാണികൾക്ക് നേരെയാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രാജസ്ഥാൻകാരൻ ചപ്പളാങ്കട്ടയുമായി വേദിയിലേക്ക് വന്നു. അയാൾ കൊട്ടുന്നതനുസരിച്ച് കാണികളും കൊട്ടുന്നുണ്ട്. രണ്ടു കൂട്ടരും വിട്ടുകൊടുക്കുന്നില്ല. ക്ഷണിക്കാതെ ചെന്നതിൻ്റെ ചമ്മൽ എനിക്കുണ്ട്. എവിടെയാണൊന്ന് ഇരിക്കുക, അതാണ് ഞാൻ നോക്കുന്നത്. അവസാനം എനിക്കും കിട്ടിയ ഒരു കിടക്ക. ശരിക്കു പറഞ്ഞാൽ കിട്ടിയതല്ല, അതിലിരുന്ന് ഒരാൾ ഏറ്റുപോയപ്പോൾ കയറിയിരുന്നതാണ്. ഒരു തലയണയും സംഘടിപ്പിച്ചു. അങ്ങനെ ഇന്ന് രാത്രി കിടക്കുന്ന കാര്യത്തിലൊരു തീരുമാനമായി. ഇതിനിടയ്ക്ക് ഒരു പയ്യൻ എല്ലാവർക്കും ബെജി പോലത്തെ ഒരു പലഹാരം കൊടുക്കുന്നത് കണ്ടു. എനിക്കും കിട്ടി കുറച്ച്. മെത്തയുടെ യഥാർത്ഥ ഉടമസ്ഥൻ വരുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. വഴി തെറ്റിയതിൻ്റെ ടെൻഷനിൽ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. എല്ലാവരും അല്പാൽപമായി കുറച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കതിനുള്ള ക്ഷമയില്ലായിരുന്നു. എല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കി. അവരുടെ ഇരിപ്പിലുമുണ്ട് ഒരു രാജസ്ഥാനി സ്റ്റൈൽ. ഇരിക്കുകയുമല്ല എന്നാൽ കിടക്കുകയുമല്ല. അവരിയ്ക്കുന്നത് പോലെയൊക്കെ ഇരുന്നു. അവർക്ക് എന്നെപ്പറ്റി സംശയമൊന്നുമില്ല എന്ന് തോന്നുന്നു. നല്ല തണുപ്പാണ്. അവിടെയാണ് കിടക്കുന്നത്. ആ കാണുന്നത് കിടക്കകളാണ്. നാളെ മരുഭൂമിയിലെ സാം ഗ്രാമത്തിൽ പോകണം. ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം.